സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തവാക്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി. ശ്രീമന്നാരായണീയത്തിൽ 62-ാമത്തെ ദശകം ഇന്ദ്രൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ ഇന്ദ്രന് കൊടുക്കുന്ന യാഗം, പതിവായി കൊടുക്കാറുള്ള യാഗം, ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധനത്തിന് ആക്കി മാറ്റുന്നതാണ് കഥാഭാഗം. ഒരുക്കങ്ങൾ കണ്ട് ഭഗവാൻ എന്തിനാണ് പുറപ്പാട് എന്ന് ചോദിക്കുന്നു. എല്ലാ വർഷവും കുട്ടി ഇന്ദ്രന് യാഗം കൊടുക്കണം, എന്നാലേ മഴയുണ്ടാവുള്ളൂ. ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്നത്, ചുമതല ഇന്ദ്രനാണ്. മഴ കിട്ടിയാലേ പുല്ലുണ്ടാവുള്ളൂ, പുല്ലുണ്ടായാലേ പശുക്കൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കുലധനം പശുക്കളെ വളർത്തലായതുകൊണ്ട് നമുക്ക് ഇന്ദ്രപ്രീതി അനിവാര്യമാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാൻ മറുപടി പറഞ്ഞു, ഇത് ശ്രുത്വാ വാചം പിതു. അച്ഛൻ്റെ വാക്ക് കേട്ടപ്പോൾ ഇത് ദിക്കാണ്, സത്യമല്ല. ഇന്ദ്രൻ എന്താണ് അച്ഛ കഴിയുക? മഴ പെയ്യിക്കുന്നത് ഇന്ദ്രനാണോ? അദൃഷ്ടം ജീവാനാം, ജീവന്മാരുടെ ഗതി ഭാഗ്യത്തിനനുസരിച്ച് മഴ കിട്ടും. അത് കണക്കിന് ശരിയാണ്. കാരണം സജ്ജനങ്ങളുള്ള ദിക്കിൽ മഴയുണ്ടാവും. എല്ലാ കൊല്ലവും എല്ലാ സ്ഥലത്തും ഒരുപോലെയാണോ മഴയുണ്ടാവുന്നത്? ഇപ്പോൾ പ്രത്യേകിച്ചല്ലല്ലോ. ഒറ്റപ്പാലത്ത് മഴയുണ്ടച്ചാൽ പത്തിരിപ്പാലം മഴയില്ലാണ്ട് കാണാം. ഇവിടെ 2 ദിക്കിലും ഇല്ലാച്ചാൽ കോങ്ങാട് മഴ കാണാം. അപ്പോൾ ഇന്ദ്രനാണ് പെയ്യിക്കുന്നതെങ്കിൽ എല്ലാ ദിക്കിലും ഒരുപോലെയല്ലേ വേണ്ടത്? ഇന്ദ്രനൊന്നും ഇതിലൊരു റോളൊന്നുമില്ല. നമ്മുടെ കർമ്മം അനുസരിച്ചാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് പരക്കെ എല്ലാവരും അംഗീകരിക്കുന്നത്. ഈ വൃക്ഷങ്ങൾ വല്ലതും കൊടുക്കുന്നുണ്ടോ? പൂജ കൊടുത്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ വൃക്ഷങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇന്ദ്രന്. അവർക്ക് മഴ കിട്ടുന്നുണ്ടല്ലോ. മഴയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ വൃക്ഷങ്ങളും സസ്യങ്ങളുമാണ്. അപ്പോൾ ഇതിൽ സത്യമുണ്ടോ എന്ന് ഭഗവാൻ ചിന്തിക്കാൻ വിട്ടുകൊടുക്കുകയാണ് അവർക്കൊക്കെ. ഇതം താവത് സത്യം യതിക പശവോ ന കുലധനം തഥാ ജീവിയായ സോബലി അചലഭർത്രേ സമുചിത സുരേഭ്യോ അഭി ഉത്കൃഷ്ട. സുരേഭ്യോ പ്ലസ് അഭി പ്ലസ് ഉത്കൃഷ്ട, സുരേഭ്യോപ്യുത്കൃഷ്ട, സുരേഭ്യോപ്യുത്കൃഷ്ട, ഉപ്യോ ഉപ്യു 2 ഉണ്ട്. സുരേഭ്യോപ്യുത്കൃഷ്ട നനുധരണി ദേവാക്ഷിരിതലേ തതസ്തേപ്യാരാധ്യ ഇത് ജഗതി ദത്തം നിജജനാൻ. അച്ഛാ, ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്. നമ്മുടെ കുലധനം പശുക്കളാണ്. ഇതം താവത് സത്യം, അത് സത്യം തന്നെ. ഏത്? പശവോ ന കുലധനം, നമുക്ക് പശുവാണ് കുലധനം. പശുക്കൾ, ഇവിടെ പശു എന്ന് പറഞ്ഞാൽ പശുക്കൾ തന്നെയാണ്. മൃഗം എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കും പശു. ഇവിടെ പശുക്കൾ തന്നെയാണ്, 2 അർത്ഥത്തിലും പശുവിനുണ്ട്. പശുക്കളാണ് നമ്മുടെ കുലധനം എന്നത് സത്യം തന്നെ. അങ്ങനെയാണെങ്കിലും തഥാ ജീവിയായ സോബലി അചരഭർത്രേ സമുചിത. പുല്ല് എവിടെ ഉണ്ടാവുക? ഗോവർദ്ധന പർവ്വതത്തിലാണ് വൃന്ദാവനത്തിനെ സംബന്ധിച്ച് പുല്ലുള്ളത് എന്നാണ്. അപ്പോൾ ആ പർവ്വതമാണ് നമുക്ക് പുല്ല് നൽകുന്നത്. ഏറ്റവും കൂടുതൽ പുല്ലുള്ള പർവ്വതമാണ് ഗോവർദ്ധന പർവ്വതം. ഗോവർദ്ധനം എന്നാണ് പേരെന്നെ. പശുക്കളെ വർദ്ധിപ്പിക്കുന്നത്. എങ്ങനെ പശുക്കളെ നിലനിർത്തുക, വർദ്ധിപ്പിക്കുക? പുല്ല് നൽകിയിട്ട് തന്നെ. ഗോവർദ്ധനം ആ പേരെന്നെ അതുകൊണ്ടാണ് കിട്ടിയത് എന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പുല്ല് നൽകുന്നത് ഗോവർദ്ധനമാണ്. തഥാ ജീവിയായ അസൗ, ഉപജീവനത്തിന് നമ്മൾ അതിനു വേണ്ടി ഉപജീവനത്തിൻ്റെ ആവശ്യത്തിന് ഒരാൾക്ക് എന്തെങ്കിലും നൽകുകയാണ്. അങ്ങനെയാണെങ്കിൽ ആർക്ക് കൊടുക്കണം? അചലഭർത്രേ, ആ പർവ്വതത്തിന് കൊടുക്കുന്നതാണ് ബലി. അചലഭർത്രേ സമുചിത, അചലഭർത്രേ ബലി സമുചിത ധാതും.
അചലഭർത്രേ, പർവ്വതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആ പർവ്വതത്തിന് കൊടുക്കണം എന്നാണ് ഉചിതം എനിക്ക് തോന്നുന്നത്, അല്ലാതെ ഇന്ദ്രനൊന്നുമല്ല. തഥാ ജീവിയായാസു, ആ പശുക്കളുടെ ജീവനത്തിനായിക്കൊണ്ട് ബലി ആചരഭർത്രേ ബലി സമുചിത, അചലഭർത്ര ഗോവർദ്ധനം, പർവ്വതരാജനായിരിക്കുന്ന ഗോവർദ്ധനത്തിനാണ് പൂജ നൽകേണ്ടത്. അതാണ് സമുചിതമാവുക. എൻ്റെ അഭിപ്രായം അതാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. പിന്നെ ഒന്നും കൂടിയുണ്ട്, സുരേഭ്യോത്കൃഷ്ട, സുരേഭ്യ അഭി എന്നാണ് കേട്ടോ. സുരേഭ്യ അഭി, സുരേഭ്യ ദേവന്മാരേക്കാൾ ശ്രേഷ്ഠന്മാരാണ് ഭൂമിയിലുള്ള ബ്രാഹ്മണർ. ധരണിദേവ, ബ്രാഹ്മണർക്ക് ഭൂദേവൻ എന്നൊരു പേരുണ്ട്. അവനീസുതൻ, അവനിയിലത്തെ സുരൻ കേട്ടോ, സുതനല്ല സുരൻ. ഭൂമിയിലത്തെ ദേവന്മാരാണ് അത്രേ ബ്രാഹ്മണർ, സമുദായം അല്ല കേട്ടോ. സമുദായം ഇവിടെ വിവക്ഷയില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ഗുണങ്ങളുള്ളവൻ, സാത്വികന്മാർ എന്നർത്ഥം. ബ്രാഹ്മണ സന്തു നിർഭയ, സജ്ജന സന്തു നിർഭയ എന്ന് ചെല്ലാറുണ്ട് ചിലർ തിരുത്തിയിട്ട്. ഒരു തെറ്റുമില്ല, അതില്ല, രണ്ടും ശരി തന്നെയാണ്. സജ്ജനങ്ങൾക്ക് അവരാണ് ബ്രാഹ്മണർ. നല്ല ധർമ്മം അനുഷ്ഠിക്കുന്നവരാരോ അവർ ധരണിദേവന്മാർ, ഭൂമിയിലത്തെ ദേവന്മാർ. ക്ഷിരിതലേ, അവർ ശരിക്കും പറയാച്ച ദേവന്മാരെക്കാൾ ഉത്കൃഷ്ടരാണ്. പ്യാരാധ്യ ഇത് ജഗതിതത്വം നിജജനാൻ, കൊണ്ട് ബ്രാഹ്മണരെ ബഹുമാനിക്കണം. അല്ലെങ്കിലും ഈ വൃത്തികൾ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണർ തീർച്ചയായിട്ടും ബഹുമാന്യരാണ്, സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. ഉപനയനാദി സംസ്കാരങ്ങളും സന്ധ്യാവന്ദനാദി കാര്യങ്ങളും വേദാധ്യയനം എല്ലാം നല്ല ധർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണൻ സദാ ബഹുമാന്യനാകുന്നു, സംശയമൊന്നുമില്ല. അപ്പോൾ ആ ബ്രാഹ്മണർ, എല്ലാ അനുഷ്ഠാനങ്ങളുമുള്ള സാത്വികമായിട്ടുള്ള ബ്രാഹ്മണർ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠരാണ്. ഭൂമിയിൽ അവരാണ് ദേവന്മാർ, അവരെ ബഹുമാനിക്കണം. പർവ്വതത്തെ മാത്രം പൂജിച്ചാൽ പോരാ, ബ്രാഹ്മണർക്ക് അന്നദാനാദികൾ ദക്ഷിണ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക, ബഹുമാനിക്കുക എന്നത് ചെയ്യണം. തതത്തേപി ആരാധ്യ, അതുകൊണ്ട് അവരും ആരാധ്യരാണ് ബ്രാഹ്മണർ. ധരണി ദേവന്മാരും ഭൂമി സുരന്മാർ, അവനീസുരന്മാർ ആരാധ്യരാണ്. ഇതി ജഗതിതത്വം നിജജനാൻ, ഇതി നിജജനാൻ ത്വം ജഗതിത, സ്വന്തക്കാരോട് ഭഗവാൻ പറഞ്ഞു. നിജജനാൻ, തൻ്റെ ആൾക്കാരോട്. ഉണ്ട് അച്ഛാ, നമ്മുടെ കുലധനം പശുവാണ്. ആ പശുവിൻ്റെ നിലനിൽപ്പ് ആരെ ആശ്രയിച്ച് നിൽക്കുന്നു? ഗോവർദ്ധന പർവ്വതത്തിനാണ്. അതിലത്തെ പുല്ല് തിന്നിട്ടല്ലേ ജീവിക്കണം. അപ്പോൾ ആ പർവ്വതത്തെയാണ് പൂജിക്കേണ്ടത്. പിന്നെ ബ്രാഹ്മണരെയും പൂജിക്കണം. സുരേഭ്യോപ്പി ഉത്കൃഷ്ട, സുരേഭ്യ അപി ഉത്കൃഷ്ട, സുരേഭ്യന്മാർ ദേവന്മാർ, സ്വർഗത്തിലത്തെ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠരാണ് ഭൂമിയിലത്തെ ബ്രാഹ്മണർ. അതുകൊണ്ട് അവരെ ബഹുമാനിക്കണം എന്ന് അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് അച്ഛനോട് പറഞ്ഞു. ഭവത്വാചം ശുദ്ധ ബഹുമതി യുദാത്തേപി പശുപ തിജേന്ദ്രാനർച്ചന്തോ ബലിമദത് രുച്ഛേച്ചിതിമൃതേ വ്യതുപ്രാദക്ഷിണ്യം സുഭൃശമനമന്നാദരയുധ ത്വമാദ്യശൈലാത്മാ ബലിമഖിലമാഭീരപുരത. അവിടെ വളരെ വ്യക്തമാണ്. ഭവത്വാചം ശ്രുത്വ, കൃഷ്ണ അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ട്. ബഹുമതി യൂതാത്തേപി പശുപ, ഇടയന്മാർ പശുപ എന്തു ചെയ്തു? ശുത്വ ബഹുമതിയുത, അഭിപ്രായം അറിഞ്ഞ് ബ്രാഹ്മണരെ പൂജിച്ചു. ദ്വിജേന്ദ്രാൻ അർച്ചന്ത, ദ്വിജന്മാർ ബ്രാഹ്മണരെ അർച്ചിച്ചു. ക്ഷിതിഭൃതേ ഉച്ചേ ബലിമതതു,
ആ പർവ്വതത്തിന് ബലി കൊടുക്കുകയും ചെയ്തു. ക്ഷിതിഭൃതേ പർവ്വതത്തിന് ബലിയും അർപ്പിച്ചു. ഭഗവാൻ പറഞ്ഞത് സത്യമാണെന്ന് അവർ ബോധ്യപ്പെട്ടു, വിശ്വസിച്ച് എന്തു ചെയ്തു? ക്ഷിതിഭൃതേ ബലിം അതത്. ക്ഷിതിഭൃതം പർവ്വതത്തിന് ബലി അല്ലെങ്കിൽ പൂജ സമർപ്പിച്ചു. ദ്വിജേന്ദ്രന്മാരെ അർച്ചിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? വ്യതു പ്രാദക്ഷിണ്യം സുഭൃശം അനമന്നാദരയുധ പ്രദക്ഷിണം വെച്ചു. ഓർത്തന പർവ്വതത്തെ പ്രദക്ഷിണം വെച്ചു. വ്യതു പ്രാദക്ഷിണ്യം സുഭൃശം മനമന്നാദരയുധാർ, നല്ല ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി സുഭൃശം അന്നം മുതലായിട്ടതെല്ലാം നിവേദിച്ച് ബലിം അതതു സുഭൃശം ആദരയുധ ബഹുമാനത്തോടു കൂടിയിട്ട് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. പ്രാദക്ഷിണ്യം സുഭൃശമനം മന്നാദരയുധ സുഭൃശം മനമന്നാദരയുധാത് സുഭൃശം ആദരയുധാത് ബഹുമാനത്തോടു കൂടിയിട്ട് പ്രദക്ഷിണം വെച്ചു. ത്വമാദശൈലാത്മാ ബലിം അഖിലം ആഭീരപുരത. വളരെ അത്ഭുതമായിട്ടൊരു കാര്യം ഉണ്ടായി. യാഗവും പൂജയും കൊടുത്താൽ സാധാരണ ദേവന്മാർ നേരിട്ട് വന്ന് അത് ഭുജിക്കാറ് കാണാറില്ല നമ്മൾ. ഗണപതി ഹോമത്തിന് നാളികേരം മുഴുവനെ ഗണപതി വന്ന് ഭക്ഷിച്ചതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ടോ? പക്ഷെ ഇവിടെ അത് സംഭവിച്ചു. ഭഗവാൻ തന്നെ ഒരു പർവ്വത രൂപം എടുത്ത് ഈ പൂജാ നിവേദ്യങ്ങൾ എല്ലാം സമർപ്പിച്ചു. മുറുക്ക്, അപ്പം, അട മുതലായിട്ടതൊക്കെ ഉണ്ടാക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ താൻ തന്നെ ഭക്ഷിക്കുകയാണെന്ന് വിചാരിച്ചിട്ടാവാം. നിവേദ്യമൊക്കെ കേമായിക്കോട്ടെ. അപ്പം വേണം, അട വേണം, മുറുക്ക് വേണം. ഷഷ്കുല്യ എന്ന് പറഞ്ഞാൽ മുറുക്കാണ്. അതൊക്കെ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. പൂജ കഴിഞ്ഞപ്പോൾ ഭഗവാൻ തന്നെ പർവ്വത സ്വരൂപത്തെ എടുത്ത് ഇതെല്ലാം ഭക്ഷിച്ചു. ഇവർക്കൊക്കെ വലിയ വിശ്വാസമായി. കൃഷ്ണൻ പറഞ്ഞത് ശരിയാ. ഇത്ര കാലം ഇന്ദ്രൻ വരലും ഉണ്ടായില്ല, ഇതൊക്കെ കഴിക്കലും ഉണ്ടായില്ല. കണ്ടുവോ, പർവ്വതം സന്തോഷിച്ചിരിക്കുന്നു. നമ്മുടെ പൂജ സഫലമായി. വ്യതു പ്രാദക്ഷിണ്യം സുഭൃശമന്നാദരയുധാർ ആദരത്തോടു കൂടിയിട്ട് പ്രദക്ഷിണം വെച്ചു. ത്വമാദശൈലാത്മാ അങ്ങ് പർവ്വതാകാരനായി വന്ന രൂപത്തിന് വന്ന് ബലിമഖിലം ആഭീരപുരത ബലി മുഴുവനും ഭക്ഷിക്കുകയും ഉണ്ടായി. ആഭീരപുരത ബലിയെ ഭക്ഷിച്ചു. അഖിലം ബലിമാത. അപ്പോൾ എല്ലാവർക്കും വളരെയേറെ വിശ്വാസമാവുകയും ചെയ്തു. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.